യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ വന്ധ്യനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദൈവിക ശുശ്രൂഷയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. നമ്മളോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അനേകം ലക്ഷം മക്കൾ നമ്മളോട് ആത്മാവിൽ ഐക്യപ്പെട്ട് അഭിഷേകം പ്രാപിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കുന്ന ഈ രാത്രിയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് യേശുക്രിസ്തു പറഞ്ഞൊരു വാചകമാണ്. യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ്. അതെന്താണ്? 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നു, അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഈ രാത്രിയിൽ നാം തിരിച്ചറിയേണ്ട സത്യം ഇതാണ്: യേശുനാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന സകലരുടെയും മധ്യേ കർത്താവായ യേശുവുണ്ട്. ജീവിക്കുന്നവനായി യേശുവിനെ കുറിച്ച് അപ്പോസ്തലന്മാർ പറയാണ്, അവനെ ജീവിക്കുന്നവനായി കണ്ടു. വലതെഴുതെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ പ്രിയമുള്ളവരെ, യേശു നമ്മുടെ കൂടെയുണ്ട്. ജീവിക്കുന്ന ദൈവമായി യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ രാത്രി അനുഗ്രഹങ്ങളുടെ രാത്രിയായി മാറുന്നു. അതിന് കാരണം ഇത് മാത്രമാണ്: യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്, യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാണ്, ഈ രാത്രി അത്ഭുതത്തിന്റെ രാത്രിയാണ്, ദൈവം ഇറങ്ങി വരുന്ന രാത്രിയാണ്. വിശ്വസിച്ച് വലതുകരുത്തെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് നന്നായി വീശെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹത്തെയും കൃപയെയും ഈ സൗഖ്യത്തെയും അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും സ്വീകരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യേശു നമ്മുടെ കൂടെയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി. ഇതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിയമാവർത്തന പുസ്തകത്തിന്റെ 4:12 നമ്മൾ വായിക്കുകയാണ്: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നാം എന്ത് ചെയ്യണം? എന്താണ് ഈ രാത്രി ചെയ്യേണ്ടത്? നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് നമ്മുടെ സമീപത്തേക്ക് കടന്നു വരുമെന്ന് നിയമാവർത്തനം 4:12 ഓർമ്മപ്പെടുത്തിയ. അപ്പൊ എത്രമാത്രം നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റുമോ? വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം പറയാണ്: രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ ഉറക്ക നിലവിളിക്കുക. രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയം ചൊരിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ വഴി എന്ന് പറയുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ ഉറക്ക നിലവിളിക്കുക. എങ്ങനെ വിളിക്കണം? ചെറിയ ശബ്ദത്തിൽ പ്രാർത്ഥിച്ചാൽ മതിയോ? 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 പോരാ. കർത്താവ് പറയോ, നിങ്ങൾ ഉറക്ക നിലവിളിക്കണം. രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ ഉറക്ക നിലവിളിക്കുക. ജലധാര പോലെ നിങ്ങളുടെ ഹൃദയം കർത്താവിന് ചൊരിയുക. എന്തുകൊണ്ടാ ഹൃദയം ചൊരിയാൻ പറയുന്നത്? കുറേ സങ്കടമുണ്ടല്ലേ ഉള്ളില്. ചിലർക്ക് ഭയങ്കര സങ്കടമാ, ഹൃദയത്തിൽ ഭയങ്കര വിഷമമാ. ഒന്ന് സ്തുതിക്കാൻ പോലും പറ്റിയല്ല, ദൈവത്തെ ഒന്ന് വിളിച്ചാരാധിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എന്താ? ഹൃദയം നിറയെ സങ്കടമാ. നാളെക്കുറിച്ചുള്ള ആകുല ചിന്തകളാ, മക്കളെക്കുറിച്ചുള്ള വ്യസനമാ, കടഭാരം തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുക. ദൈവമേ, നിലവിളിയാ ഹൃദയത്തിൽ. എന്നാൽ ദൈവം പറയാം, മോനെ മോളെ, നീ ഈ രാത്രിയിൽ ഉറക്ക നിലവിളിക്ക്, നീ ഉറക്ക നിലവിളിക്ക്. നിന്റെ ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു ജലധാര പോലെ ചൊരിയുക. അങ്ങനെ ചൊരിയുമ്പോൾ ദൈവം ഏറ്റെടുക്കുന്നവനാണ്. ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ പ്രകടമാകും. അതുകൊണ്ട് യെശയ്യാവിൻ്റെ പ്രവചനം 64-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം നമ്മളെ പറയിപ്പിക്കുന്നു: കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. കടഭാരത്തിൻ്റെ പർവ്വതങ്ങൾ, മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയുടെ കടഭാരങ്ങൾ, പർവ്വതങ്ങൾ, ജീവിതത്തിൽ ചില പർവ്വതങ്ങളെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ കണ്ണും മിഴിച്ചു നിൽക്കുക. ദൈവമേ, എന്ത് ചെയ്യണം?
എന്ത് ചെയ്യണം? ഈ പർവ്വതം എൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവം പറയാ, ആകാശം പിളർന്ന് ഉറക്ക നിലവിളിക്കുന്നവൻ, കർത്താവിനെ അന്വേഷിക്കുന്നവൻ, നമ്മുടെ കൂടെയുള്ള ദൈവം നിലവിളിയുടെ മധ്യേ ഇറങ്ങി വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഒന്ന് കണ്ണുകൾ അടയ്ക്കുക. സാധിക്കുന്നവർക്ക് കണ്ണുകൾ അടച്ച് 2 കരമൊന്നും നെഞ്ചോട് ചേർത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിലാണെന്ന് നിൽക്കുന്ന ആത്മീയ അവബോധത്തിൽ ഈശോയെ കണ്ടുകൊണ്ട് ഉൾക്കണ്ണുകൾ തുറന്ന് ഈശോയെന്ന് കാണണമേ. ഈ സമയത്ത് കർത്താവിനെ കാണണം. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ മധ്യമുണ്ട്, 2-3 പേർ കൂടുന്നിടത്ത് ഞാനുണ്ട്. ഈശോ ഉണ്ട് ഇവിടെ. ഈശോയെ കാണുക, ഈശോയെന്ന് കാണുക, അവനെ വിളിച്ചപേക്ഷിക്കുക, എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. ഈശോയെ വിളിക്കുമ്പോൾ ഈശോ കടന്നു വരിക. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക, ഉറക്ക നിലവിളിക്കുക. ജലധാര പോലെ നിന്റെ ഹൃദയം ചൊരിയുക കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. പ്രിയപ്പെട്ടവരെ, ആ നിലവിളിയുടെ ഉത്തരം യേശയ്യാ 64:1 പറയാണ്, അങ്ങനെ വിളിക്കുന്നതിന്റെ മുമ്പിൽ ആകാശം പിളർന്ന് കർത്താവ് ഇറങ്ങി വരും. ആകാശം പിളർന്ന് ദൈവശക്തി ഇറങ്ങി വരും. ആകാശം പിളരും. ആകാശം നിനക്ക് വേണ്ടി വഴിമാറും. കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇന്ന് ഇറങ്ങി വരുവാൻ ആകാശം 2 മാർത്തേക്ക് ഇന്ന് വിഭജിച്ച് മാറ്റപ്പെടും. ദൈവം ഇറങ്ങി വരും. 2 കരങ്ങളും ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. 2 കരങ്ങളും ഒന്ന് ഉയർത്തുക. എന്റെ സഹോദര സഹോദരി, പർവ്വതത്തെ നോക്കി ഭയപ്പെടേണ്ട വ്യക്തിയല്ല നീ. നിന്റെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ ക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ വിറകൊള്ളുമെന്ന് ദൈവവചനം നിനക്കൊരു ഉറപ്പ് തരുന്നു. ഹല്ലേലൂയാ. ആരാധിക്കുന്ന കർത്താവേ, ഈശോയെ വിളിക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, ഈശോയെ, ഈ ആരംഭ സമയത്ത് നിന്റെ സാന്നിധ്യം ഇവിടെ നിറയണം കർത്താവേ. നീ കൂടെയുണ്ട്. നിന്നെ ഞങ്ങൾക്ക് കാണണം, നിന്നെ ഞങ്ങൾക്ക് അനുഭവിക്കണം, തൊട്ടറിയണം. ഈശോയെ, ഈശോയെ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന കർത്താവേ. ഭാരങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ, ദുഃഖങ്ങളും സങ്കടങ്ങളും സമർപ്പിക്കുന്നു, പരാജയങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. കടഭാരങ്ങൾ ഏറ്റെടുക്കണമേ, തകർച്ചകൾ ഏറ്റെടുക്കണമേ. ഈശോയെ, ഈശോയെ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോ, ഈശോ, ഈശോയെ. ആത്മാവേ, കരങ്ങളൊന്ന് താളത്തിലിരിക്കണം. ഒന്ന് കരങ്ങളടിച്ച് കണ്ണു തുറന്ന് ഒന്ന് പുഞ്ചിരിച്ച് വലിയ ഫ്രീഡത്തോടെ എല്ലാം ഈശോയ്ക്കൊന്ന് കൊടുക്കുക. നമ്മുടെ കൂടെ കർത്താവുണ്ട്, നമുക്ക് മറ്റൊന്നും അറിഞ്ഞുകൂടാ. യേശു നമ്മുടെ കൂടെയുണ്ട്, യേശു നമ്മുടെ അടുത്തുണ്ട്. അതാണ് നമ്മുടെ ഉറപ്പ്. അബോധ്യത്തോടെ അമ്മേ കരങ്ങളൊക്കെ ഒന്ന് ശക്തമായിടിച്ച്. കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരേണമേ. ഒരു പ്രാർത്ഥനാ മനോഭാവത്തോടെ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരേണമേ. കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരേണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ ഉണർവോടെ പാടിക്കുക. ഈ രാത്രിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കരമുയർത്തി കരമടിച്ച്. അങ്ങു മാത്രം സർവശക്തൻ, അങ്ങു മാത്രം സർവാധിപൻ, അങ്ങു മാത്രം സർവശക്തൻ, അങ്ങു മാത്രം സർവാധിപൻ. യേശുവേ, അങ്ങേക്ക് ആരാധന. യേശുവേ, അങ്ങേക്ക് ആരാധന. യേശുവേ, അങ്ങേക്ക് ആരാധന. യേശുവേ, അങ്ങേക്ക് ആരാധന. അങ്ങു മാത്രം സർവശക്തൻ, അങ്ങു മാത്രം സർവാധിപൻ, അങ്ങു മാത്രം സർവശക്തൻ, നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി രാത്രി പാടുക. സർവാധിപനാണ്. യേശുവേ, അങ്ങേക്ക് ആരാധന.
ഇരുവശങ്ങളിലേക്ക് കരങ്ങളൊന്ന് അടിക്കാമോ? ഇടതുവശത്തേക്കും വലതുവശത്തേക്ക് കരങ്ങളൊന്ന് അടിച്ച് ഒന്ന് ചലിച്ച് നമ്മൾ ആരാധിക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ശക്തി കടന്നു വരുമ്പോ നമ്മുടെ ബലഹീനതകളോ കുറവുകളോ അത് ദൈവ പ്രവർത്തിക്ക് ഒരു തടസ്സമല്ല. ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ, ഒരു ദൈവത്തിന്റെ കൃപയിറങ്ങുവാൻ അതെന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള കുറവുകൾ അതൊരു തടസ്സമല്ല. നമ്മൾ നോക്കി, മോശ വിക്കന, അവന് സംസാര പാഠവുമില്ല, ലക്ഷക്കണക്കിന് ജനത്തെയാണ് നയിക്കേണ്ടത്, ഒരു മൈക്ക് സംവിധാനമില്ല, അവന്റെ വിക്കായ അതരങ്ങളിലൂടെ അവൻ എങ്ങനെ നയിക്കും? ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി, ഇതാണ് ജീവിക്കുന്ന ദൈവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തി. അതിനാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ രാത്രിയിൽ നിങ്ങളുടേതായിട്ടുള്ള കൊച്ചോ വലുതായിട്ടുള്ള പ്രശ്നങ്ങളെ നോക്കി തളർന്നു പോകേണ്ടവരല്ല നമ്മൾ. മറിച്ച് ആ പ്രശ്നങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള അഭിഷേകം പ്രാപിച്ചവരാണ് നമ്മൾ. രണ്ട് കരങ്ങൾ ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിക്കുക, യേശുവിനെ വിളിക്കുക. അവനാണ് പരിഹാരം, അവനാണ് രക്ഷകൻ, അവനാണ് നിത്യനായ ദൈവം. അവനെ പോലെ മറ്റൊരു ദൈവമില്ല, അവന് മുമ്പ് വേറൊരു ദൈവവുമില്ല, അവന് ശേഷം ഇനിയൊരു ദൈവം വരുവാനുമില്ല. ആ യേശു, യേശുവിന്റെ സർവശക്തൻ, യേശുവിന്റെ പ്രിയനാണ്. ഈശോയെ, ഈശോയെ, അങ്ങയുടെ ശക്തി, അങ്ങയുടെ ശക്തി ഇപ്പോൾ ഈ ആലയത്തിൽ ഇറങ്ങട്ടെ. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന സർവ്വതമേ യേശുനാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുനാമത്തിന്റെ ശക്തി ഇടിമിന്നൽ പോലെ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല 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 ഹല. സ്വതന്ത്രമായിട്ട് ആരാധിക്കുക, ശബ്ദം വിട്ടുകൊടുത്ത് ആരാധിക്കുക. എല്ലാവരും യേശുവിനെ വിളിക്കുക. യേശു വലിയവനാണ്, യേശു വലിയവനാണ്, യേശുവിന്റെ ദൈവമാണ്. ഈശോ, 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 ഈശോ. ആകാശം പിളർന്ന്, ആകാശം പിളർന്ന്, ആകാശം പിളർന്ന് മഹത്വത്തോടെ ഇറങ്ങി വരണമേ. മഹത്വത്തോടെ, മഹത്വത്തോടെ, മഹത്വത്തോടെ ആകാശം പിളർന്ന്. ശോ, ശോ, ഹല 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 ഹല. റിയാ 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 ല 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 ല. രി 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 രി. ഹല 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 രി രി രി. മോശെപ്പോൾ ഭയന്നിടുമ്പോൾ കരങ്ങളടിച്ച് കുട്ടിനായ അഹരോനെ ദൈവം നൽകിയിടും. വിക്കനാം മോശെപ്പോൾ ഭയന്നിടുമ്പോൾ കൂട്ടിനായ അഹരോനെ ദൈവം നൽകിയിടും. ആമേൻ. വിക്കനാം മോശെപ്പോൾ ഭയന്നിടുമ്പോൾ കുട്ടിനായ അഹരോനെ ദൈവം നൽകിയിടും. ബോധ്യത്തോടെ ഒന്ന് പാടിയേ. മോശെപ്പോൾ ഭയന്നിടുമ്പോൾ കൂട്ടിനായ അഹരോനെ ദൈവം നൽകിയിടും. സർവശക്തൻ ദൈവം നയിച്ചിടുമേ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. സർവശക്തൻ ദൈവം ദൈവം നയിച്ചിടുമേ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന, ഈശോയെ കണ്ട് യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. അങ്ങ് മാത്രം സർവശക്തൻ, അങ്ങ് മാത്രം സർവാധിപൻ, അങ്ങ് മാത്രം സർവശക്തൻ, സർവാധിപത്യമുള്ള നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മാത്രം സർവാധിപൻ. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ വീണ്ടും വീണ്ടും ആരാധിക്കുക. എല്ലാവരും ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി സ്തുതിയും പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരും. ബാബിലോണിലെ സിംഹക്കുഴിയിൽ കടക്കുമ്പോ ദാനിയേൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇനി എന്റെ ജീവിതത്തിൽ ഒരു വിമോചനം ഉണ്ടാവുമെന്നോ, ഉദിച്ചുയരുന്ന സൂര്യനെ എനിക്കൊന്ന് കാണാൻ പറ്റുമെന്നോ അവൻ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അവൻ തന്റെ നാളുകൾ എണ്ണി എന്നാണ് തന്റെ പ്രാണൻ വേർപിരിയുന്നുള്ള സങ്കടത്തില് കാഴ്ച മങ്ങിയവനായി. പ്രിയമുള്ളവരെ, അവിടെ കടക്കുമ്പോ ഒരു ദൈവവനെ ഓർക്കുക, ഒരു ദൈവവനെ ഓർക്കുക. ദൈവം ഓർമ്മിക്കുന്നു, ദാനിയേൽ എന്റെ പ്രിയദാസൻ, എന്റെ മകൻ, എന്റെ മകൾ എന്നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവത്തിന്റെ പ്രിയ സഹോദര സഹോദരി, നിന്നെ പേര് ചൊല്ലി വിളിച്ച് നിന്റെ പ്രശ്നങ്ങൾ ഓർക്കുന്ന ഒരു കർത്താവുണ്ട്. നീ അകപ്പെട്ട കുഴികളിൽ നിന്ന്, നിന്റെ പരാജയത്തിന്റെ കുഴികളിൽ നിന്ന്, നിന്റെ തകർച്ചയുടെ കുഴികളിൽ നിന്ന്, കടഭാരത്തിന്റെ കുഴികളിൽ നിന്ന് നിന്നെ ഓർമ്മിക്കുന്ന ഒരു ദൈവം, പിടിച്ചു കയറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കാണാമോ? ആ ദൈവത്തെ വിശ്വസിക്കാമോ? അവന്റെ സന്നിധി വീണ്ടും കരങ്ങൾ ഉയർത്തിയ അവന്റെ സന്നിധിയില ദാനിയേൽ പറഞ്ഞല്ലോ, അവിടുന്ന്
അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ നീ എന്നെ ഓർമ്മിക്കുകയാണല്ലോ. എന്റെ പ്രശ്നങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല 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 ഹല. ഈശോയേ, ഈശോയേ, എന്റെ ഈശോയേ, ഞങ്ങളൊക്കെ പട്ടകുഴികളിൽ നിന്ന് ഞങ്ങൾക്ക് വിമോചനം നൽകുന്നവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് ഇപ്പോൾ കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. യേശുവേ, ഹല്ലേലൂയ. സിംഹക്കുഴിയിൽ നീ കിടക്കുമ്പോൾ അബക്കുട്ടിനെ ദൈവം എത്തിച്ചിടുമേ. ചേർന്ന് പാടാം. ഒന്നുകൂടെ പാടിയേ, ഒന്നുകൂടെ. സിംഹക്കുഴിയിൽ നീ കിടക്കുമ്പോൾ അബക്കുട്ടിനെ ദൈവം എത്തിച്ചിടുമേ. വിശ്വാസത്തോടെ ഒന്ന് പാടിക്കാം. വായുവേഗത്തിൽ ദൈവം എത്തിച്ചിടുമേ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. വായുവേഗത്തിൽ കരമുയർത്തി, കരമടിച്ച്. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. ചേർന്ന് പാടി. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. അങ്ങ് മാത്രം സർവശക്തൻ, അങ്ങ് മാത്രം സർവാധിപൻ. ചേർന്ന് പാടിക്കുക. വിശ്വാസത്തോടെ പാട്, വിശ്വാസത്തോടെ. അങ്ങ് മാത്രം, അങ്ങ് മാത്രം സർവാധിപൻ. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. ചേർന്ന് പാടാം. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് കണ്ണുകളടച്ച് കരങ്ങളടിച്ച് വീണ്ടും വീണ്ടും ആവർത്തിക്കാം. യേശുവിനെ കണ്ട് അഭിഷേകം, അഭിഷേകത്തോട് ചേർന്ന് യേശുവിന്റെ നാമം ഉച്ചരിച്ച് യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ. രണ്ട് കരമുയർത്തി, രണ്ട് കരമുയർത്തി ഈശോയെ വിളിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച്. ഈശോയെ, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ പ്രിയപ്പെട്ടവരിലേക്ക് ഈശോയെ വിളിക്കുക. യേശുവെ വിളിക്കുക. അതെ, യേശുവിനെ വിളിക്കുക. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. വീണ്ടും കരങ്ങളടിച്ച് പാടാം. യേശുവേ അങ്ങേക്ക് ആരാധന. കണ്ണുകളടച്ച് കരങ്ങളടിച്ച് ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുക പ്രിയരെ. യേശു നിന്റെ അടുത്തുണ്ട്, യേശു നിന്റെ അടുത്തുണ്ട്. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. ശാന്തമായിരുന്ന് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ച് ശോയ്ക്ക് ഒരു നിമിഷം കൂടെ ഹൃദയത്തെ നന്ദി പറയും. എന്നെ സ്നേഹിക്കുക പ്രിയരെ. യേശു നമ്മുടെ കൂടെയുണ്ട്. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഈശോയെ കാണുന്നത് പറഞ്ഞവൻ ഈ രാത്രി എൻ്റെ പൊന്നു സഹോദര സഹോദരി നിന്നോടൊപ്പമുണ്ട്. പറഞ്ഞവൻ നിന്നോടൊപ്പമുണ്ട്. ആ യേശുവിന് നന്ദി പറയാം, യേശുവിന് നന്ദി പറയാം, യേശുവിന് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ആരാധന. ചെറിയ ശബ്ദത്തിൽ ഹൃദയത്തിൽ ഒന്ന് നന്ദി പറഞ്ഞ് ആരാധിച്ച് 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 ഓ സാന്നിധ്യത്തോട് ചേരുക, സാന്നിധ്യത്തോട് ചേരുക. ഗ്രഹങ്ങളെ
നന്ദി പറഞ്ഞാൽ അറിഞ്ഞുകൂടാ കർത്താവേ. ഞങ്ങൾ അയോഗ്യര, തീർത്തും അയോഗ്യര കർത്താവേ, തീർത്തും അയോഗ്യര. നിന്റെ സ്നേഹം അനുഭവിക്കാൻ പോലും യോഗ്യത അയോഗ്യരായ ഞങ്ങളെ നീ സ്നേഹിച്ച് സ്നേഹം കൊണ്ട് കുതിർക്കുന്നല്ലോ അപ്പാ. കർത്താവേ